കർത്താവ് മരിച്ച് ആ കർത്താവ് ഏ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച. ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. അപ്പോ കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം അടുത്തത് തങ്ങളുടെ ആരെയും ഒക്കെ ആയിരിക്കും പിടിക്കുന്നത്. പിടിച്ച് അവർ ക്രൂശിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അതുകൊണ്ട് അവര് വളരെ ഭയപ്പെട്ട് ആയിരിക്കുമ്പോഴാണ് കർത്താവ് അവർക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട. നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട പല അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കർത്താവാണ് നമുക്ക് സമാധാനം തരുന്നത്. ആ കർത്താവ് നമുക്ക് സമാധാനം തന്നാൽ നമ്മൾ സമാധാനം അനുഭവിക്കും. നമ്മൾ സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ കഷ്ടതയിൽ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് സമാധാനം തരാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് ആ സമാധാനം നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കണം. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കൈ കൈ കാണിച്ചു. ഞാൻ തന്നെ ആണെന്ന് അറിയാൻ ആണി അടിച്ച ആണിപ്പഴുത ഈ കയ്യിലുണ്ട്. വിലാപ്പുറത്ത് അവിടെ ഒരു വിടവുണ്ട്. ആ വിടവ് കർത്താവിനെ കുത്തിയത് കൊണ്ട്, ആ ശൂലം കൊണ്ട് കുത്തിയത് കൊണ്ട് ഉണ്ടായതാണ്. അപ്പോ ആ കഷ്ടത അനുഭവിച്ച് മരിച്ച ആ മനുഷ്യൻ തന്നെയാണ് എഴുന്നേറ്റ് നിങ്ങളുടെ മധ്യേ വന്ന് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. മുഴുവൻ തീർന്നെന്ന് വിചാരിച്ചിടത്താണ് കർത്താവിനെ ജീവനുള്ളവനായിട്ട് കണ്ടു. അതുകൊണ്ട് അവര് കണ്ടിട്ട് ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതുപോലെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അപ്പോൾ അത് അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കർത്താവ് ചെയ്തതാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ക്രിസ്തുവിൽ ശക്തി പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഇത് യേശുക്രിസ്തു സ്വന്തം വായ കൊണ്ട് പറഞ്ഞതായതുകൊണ്ട് അത് അങ്ങനെ തന്നെയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ അത് വേറൊന്നും അതിനകത്ത് ചിന്തിക്കാൻ പോകരുത്. അപ്പോൾ നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പാപങ്ങൾ മോചിച്ചു കൊടുക്കാൻ അധികാരം കർത്താവ് തന്നിരിക്കുകയാണ്. അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം ആരുടെ നിലനിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ്
അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ തോമസ് കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവന് അവർ പറഞ്ഞത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞങ്ങൾ കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളെ ഊതി എന്ന് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ, അന്നും അവർ പേടിച്ച് ആണിരിക്കുന്നത്, അകത്ത് കൂടിയിരിക്കുമ്പോൾ കൂട്ടത്തിൽ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കുക, വാതിലെല്ലാം അടച്ചിരിക്കുക. കാരണം യഹൂദന്മാർ എപ്പോഴാണ് വന്നവരെ കൊല്ലുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിശ്വാസിയായ തോമസിനോട് പറയുകയാണ്, പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. എൻ്റെ കൈ ഇത് കണ്ടോ? ആ ക്രൂശിക്കപ്പെട്ടപ്പോഴുണ്ടായ തുളയാണ് ഈ കാണുന്ന തുള. എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത്, അവിടെ അതാ ഒരു വലിയ തുളയിൽ ഉണ്ടല്ലോ, വിലാപ്പുറത്ത് ഇടുക. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇന്ന് കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്: അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. കർത്താവിനെ അവർ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. നമുക്ക് കാണാതെ വിശ്വസിക്കണം. അവിശ്വാസിയാകാൻ പാടില്ല. യേശു ക്രിസ്തുവിനെ പിൻഗമിക്കാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരാരും അവിശ്വാസികൾ ആകരുത്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസിന് മനസ്സിലായി ഇതാണ് കർത്താവെന്ന്. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അതെ, നീ എൻ്റെ കർത്താവ് തന്നെയാണ്, നീ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവ് തന്നെയാണ് ആയുള്ളവേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കണ്ടതുകൊണ്ട് വിശ്വസിച്ചത് നല്ല കാര്യം തന്നെ. പക്ഷേ കാണാതെ വിശ്വസിച്ചവർ ആണ് അധികം ഭാഗ്യമുള്ളവർ. നമ്മളെ സംബന്ധിച്ച് അധികം ഭാഗ്യമുള്ളവരായി നമുക്ക് തീരണം. നമ്മൾ യേശുവിനെ ജീവനോടെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുകയും തൊടുകയും ആ സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായി നമുക്ക് വളരണം. അവിടെയാണ് കാണാനുള്ള സാധ്യത നമുക്കില്ല. എന്നാൽ ഈ യേശുവിനെ അനുഭവിച്ചറിയാനുള്ള സാധ്യത നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്നു. നമുക്ക് കർത്താവിനെ ജീവനുള്ളവനായിട്ട്, അതെ, അവൻ ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട്, നമ്മുടെ സ്വന്തം സഹോദരനായിട്ട്, എൻ്റെ രക്ഷിതാവായിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കാണണം. ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകണം. യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെയുള്ള വാസം. ആ കർത്താവിനോട് കൂടെ നമുക്ക് വാസം ചെയ്യാനുള്ള, താമസിക്കാനുള്ള എല്ലാ അവകാശവും തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാം. അവൻ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അവനിൽ നമുക്ക് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം.
അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഉം, തോമസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അടച്ചിട്ട മുറിയിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അജി ബ്രദറിന്റെ വീട്ടിൽ വെച്ചാണോ പറഞ്ഞത്? അതായത് കർത്താവ് പിന്നെ ക്രൂശിച്ചത് യഹൂദന്മാർ തന്നെ, എന്നിട്ട് താൻ ഉയർത്തെഴുന്നേറ്റിട്ട് ഈ ക്രൂശിച്ച ആൾക്കാരുടെ അരികെയൊന്നും കർത്താവ് പോയി പ്രത്യക്ഷപ്പെട്ടില്ല. തൻ്റെ മക്കൾ, തൻ്റെ കൂടെ ജീവിച്ച ആൾക്കാർ, അതിന് പ്രത്യേക ഒരു ഉദ്ദേശം കാണും. കാരണം ഇവരാണ് പിന്നീട് പോയി സുവിശേഷം തന്നെ പറ്റി പറയേണ്ടത്, കർത്താവിനെ പറ്റി പറയേണ്ടത്. അതിനു വേണ്ടി ആയിരിക്കാം അവർക്ക് മാത്രം അടച്ചിട്ട മുറിയിലൊക്കെ ഈവൻ പിന്നെ ഈ തള്ളി പറഞ്ഞല്ലോ അദ്ദേഹം, ഈ തോമസ് ഒരു ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിശ്വസിക്കത്തില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. അതിനകത്തൊരു വലുതായിട്ട് നമുക്ക് പക്ഷെ അത് കർത്താവ് എങ്ങനെ കേട്ടു? കർത്താവ് ദൈവമാണ്, അതുകൊണ്ട് കർത്താവിനറിയാം എന്തോ നമ്മുടെ ഉള്ളിലിരിപ്പ് എന്തോന്ന്. ഐ നോ വാട്ട് ഈസ് ഇൻ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എവിടെയാണ്? ഓക്കെ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ തോമസിനോട് പറയുക, റീച്ച് ഔട്ട് യുവർ finger here and look at my hands, and reach your hand here and put it into my side. Do not be unbelieving but believe. പക്ഷെ 28ാമത്തെ വാക്യത്തിൽ എന്നെ വളരെ ഒരു സറണ്ടറിങ് വേർഡാണ്, മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്. ഒരു അങ്ങ് കമന്ന് വീഴുന്ന കൂട്ടും, മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്. അതിലെല്ലാം ഈ അൺബിലീഫ് എല്ലാം അങ്ങ് പോയിപ്പോയെന്ന് വേണം പറയാൻ. And Jesus said to him, Thomas, because you have seen me, you have believed. Blessed are those who have not seen and yet believe. ഈ വാക്യം എത്ര വർഷം മുമ്പാണ് ഞാനിത് വായിച്ചത്. ഞാൻ റിഫൈനറിയിൽ ഇരുന്നുകൊണ്ട് എവിടെയെങ്കിലും എൻ്റെ റിഫൈനറിയിൽ പിന്നെ അവിടെ ഒരു യൂണിഫോമൊക്കെ ഉണ്ട്. ആ യൂണിഫോമിന് ഞങ്ങൾ റിഫൈനറിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ യൂണിഫോമിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റ് വെക്കണം. ആ ഹെൽമെറ്റ് ഇല്ലാതെ നമുക്ക് പോയിക്കൂടാ. കാരണം മേളിൽ നിന്ന് എവിടെയെങ്കിലും വല്ല നട്ടോ ബോൾട്ടോ ഒക്കെ മറിഞ്ഞ് വീഴുവാണെങ്കിൽ, തലയിൽ വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി ഒന്നും ഉണ്ടാകരുതും. ആ ഹെൽമെറ്റിനകത്ത് എൻ്റെ ഒരു ചെറിയൊരു ബൈബിൾ വെച്ചിട്ടുണ്ട്. ഞാനതും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തണലത്ത് പോയിരുന്നു, ഇഷ്ടംപോലെ തണലുണ്ട്. റിഫൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഈ നിങ്ങൾക്കിപ്പോൾ പറയാൻ, എനിക്ക് തന്നെ പറയാൻ അറിയത്തില്ല. ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ അവിടെ ചെന്നിരുന്നു ശുദ്ധീകരണം, അത് എളുപ്പം പറയാം, പക്ഷെ അത് അവിടെ പോയിരുന്നിട്ട് ഞാൻ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. വളരെ ബ്ലെസ്ഡ് ആർ ദോസ് ഹു ബിലീവ്, ദോ ഹു ഹാവ് നോട്ട് സീൻ ആൻഡ് യെറ്റ് ഹാവ് ബിലീവ്. ഈ വാക്യം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ കർത്താവെ കൂടുതലായിട്ട് അങ്ങിൽ വിശ്വസിക്കുവാനുള്ള കൃപ തരണമെന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയല്ല, ഞാൻ അന്ന് ഞാൻ പറഞ്ഞതാണ്. കർത്താവിനെ ഈ പുതിയ നിയമത്തിൽ മുഴുവനും പിതാവേ, പുത്രൻ, പരിശുദ്ധാത്മാവ്, എല്ലാം ഇതിനെയൊക്കെ മിഡിൽ സെക്കൻഡ് പേഴ്സണെയാണ് കൂടുതലായിട്ട് പറയുന്നത്. ആ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുവോ? ഐ ബിലീവ് വിത്ത് ഓൾ മൈ ഹാർട്ട്. മേ ഗോഡ് ഹെൽപ്പ് മീ ടു ബിലീവ് ത്രൂ ഔട്ട് മൈ ലൈഫ്. Blessed are those who have not seen and yet believe. May God help us. ദൈവം തോമസിനെ കേരളത്തിലോട്ട് അയച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തോമസിനെ ഈ കേരളത്തിലോട്ട് അയച്ചിട്ട് ഒത്തിരി ആൾക്കാരെ വിശ്വാസത്തിലോട്ട് വരുത്താൻ. അതുപോലെ ദൈവത്തിന് നമ്മളിലും ഉണ്ട് ഒത്തിരി ഉദ്ദേശങ്ങൾ. അത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് എൻ്റെ
എൻ്റെ ആ അവസ്ഥയിലേക്ക് താണു വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. ഈ തോമസ് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾക്കൊക്കെ ഞാനും കർത്താവിനോട് നിർബന്ധം പിടിച്ചിട്ടുണ്ട്. കർത്താവ് തോമസിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ കർത്താവെ അത് കാര്യങ്ങൾ വ്യക്തമാക്കി തരികയും വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലോട് സംസാരിക്കുകയും അത് അനുസരിക്കാൻ കർത്താവ് എന്നെ സഹായിക്കുകയും ചെയ്തു. സ്നാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒത്തിരി വാശി പിടിച്ചവളാണ്. പക്ഷേ കർത്താവ് അത് ഞാൻ പറഞ്ഞു, വേറെ ആര് പറഞ്ഞാലും ഞാനത് ചെയ്യത്തില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വചനം കേട്ടിട്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ മാറി. ഇപ്പം രക്ഷിക്കപ്പെട്ടതിന് ശേഷം അതെല്ലാം മാറി ഇത്രയായിരിക്കുക. ഇനി സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാമോദിസ ഏറ്റതാണ്. ഇനി ഒരു സ്നാനം കൂടെ ഏൽക്കണമെങ്കിൽ വചനത്തിൽ നിന്ന് അവിടുന്ന് എന്നോട് സംസാരിച്ചെങ്കിലേ ഞാനത് എടുക്കത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു മനുഷ്യൻ പറഞ്ഞാലും ഞാനത് ചെയ്യത്തില്ല എന്ന് കർത്താവിൻ്റെ അടുത്ത് ശാഠ്യം പിടിച്ചതാണ്. പക്ഷേ കർത്താവ് വളരെ ആർദ്രതയോടെ സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയും സ്നാനപ്പെടാൻ തക്കവണ്ണം എന്നെ താഴ്ത്താൻ തക്കവണ്ണം എന്നെ ഒരുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അപ്പോൾ ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ പല അവസരത്തിലും കർത്താവ് നമ്മുടെ അവസ്ഥയിലേക്ക് താണു വന്നിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ ഇടയായി തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മളാരും നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറയാനൊക്കത്തില്ല. ഈ തോമസ് ഇത് പറയുമ്പോൾ ഞാൻ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു കാര്യം ഓർക്കാറുണ്ട്. ഞാനത് വായിക്കുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ കർത്താവ് അത് യഹോവയാ. ഈ കർത്താവ് എത്ര മനസ്സിലുള്ളവന്. ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്താൽ അവനെ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് വളരെ താഴ്ന്ന ഒരുവനാണ്. റിപ്പൻറ്റ് ചെയ്യുന്ന തിരിഞ്ഞു പോയാലും റിപ്പൻറ്റ് ചെയ്ത് മടങ്ങി വരുമെങ്കിൽ അവനത് ചെയ്യും. ഈ യോന അവിടുന്ന് വന്ന് നിനവേലക്കാരോടൊക്കെ പ്രവചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് അവരുടെ മേലുള്ള കോപമൊക്കെ മാറ്റിക്കളഞ്ഞു. അവർക്ക് വരുമെന്ന് പറഞ്ഞ ശിക്ഷ വരുത്താതിരുന്നപ്പോൾ യോനായ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ടായി. അങ്ങനെ പോയി ഇരിക്കുമ്പം ഒരു ആവണക്കിനെ ദൈവം കൽപ്പിച്ചാക്കി. ആവണക്ക് പുഴു വന്ന് കുത്തി അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അവന് വീണ്ടും കോപം ഉണ്ടായി. അതിൻ്റെ യോന 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം വാക്യത്തിൽ, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്നിച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതെന്ന് നന്ന് എന്ന് പറഞ്ഞു. ആ അധ്യായം വായിച്ചാൽ നമുക്കറിയാം, കർത്താവ് തന്നെയാണ് ഒരു ആവണക്ക് ഉണ്ടാക്കി കൊടുത്തത് അവന് ചൂടേക്കാതിരിക്കാൻ. പക്ഷെ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും അത് ഉണക്കി കളയുന്നൊരു കർത്താവ്. എന്നിട്ട് യോനായോട് ചോദിക്കുക, നീ ദൈവം യോനായോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ കർത്താവിനോട് പറയുക, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. വാസ്തവത്തിൽ അത് ഞാൻ വായിക്കും, എൻ്റെ കർത്താവേ, ഈ തീക്ഷ്ണതയുള്ള യഹോവയോട് അവൻ പറയുന്ന തർക്കുത്തരം പറയുന്ന പോലെ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് നല്ല. കുഞ്ഞുങ്ങളൊക്കെ ശാഠ്യം പിടിക്കുന്നത് പോലെ കർത്താവിനോട് ശാഠ്യം പിടിക്കുന്ന ഒരു യോന. പക്ഷെ കർത്താവ് എന്താ അവിടെ താഴെ പറയുന്നത്? എന്നാൽ നിന്നെ ഞാൻ വീണ്ടും എടുത്ത് തിമിംഗലത്തിൻ്റെ വയറ്റിലോട്ട് ഇടാൻ പോകാമെന്നൊന്നും അല്ല പറയുന്നത്. കർത്താവ് അവിടെ എത്ര സ്നേഹത്തോടെ പറയാണ്. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുമല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ. നീ ഉണ്ടാക്കിയതല്ല, നീ കഷ്ടപ്പെട്ടതല്ല. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ഈ മനുഷ്യര് നഷ്ടപ്പെടുന്നതിൽ എനിക്ക് അയ്യോ ഭാവമുണ്ട്. അവനെ പറഞ്ഞ ആ കാര്യം മനസ്സിലാക്കുന്ന ആ കർത്താവിനെ കാണുമ്പോൾ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇന്നും പല അവസരങ്ങളിലും കർത്താവെ കുറവ് വരുമ്പം വീഴ്ച ഉണ്ടാകുമ്പം അവിടെയൊക്കെ ചതഞ്ഞ ഒടിച്ചു കളയാത്ത കർത്താവിനെ ഞാൻ കാണുന്നുണ്ട്. പുകയുന്ന തിരി കെടുത്തി കളയാത്ത കർത്താവിനെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ് ഇങ്ങനെ തന്നെയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അതല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും പടിപടിയായി പ്രത്യക്ഷമായത് ഓർത്താൽ കർത്താവിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട്, എന്നാൽ കർത്താവിനെ ഇവിടെ ഉള്ളത്തിൽ സ്നേഹവും ഉണ്ടായിരുന്നവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട വിധങ്ങളാണ് ഇവിടെ കേട്ടത് മുഴുവൻ. തോമസിനെയും കളയാനായിട്ട് ദൈവം ആഗ്രഹിച്ചില്ല. യേശു അവനങ്ങനെ പറഞ്ഞോ എന്നാ പോട്ടെ എന്ന് പറഞ്ഞില്ല.
അത് തന്നെ അതാ, വേറെ ആരുടെ അടുത്ത് പോകാതെ, അവിടെയുള്ള വലിയ ആൾക്കാരുടെ അടുത്ത്, ഇവനെ കൊന്നവരുടെ അടുത്തും ഭരണാധികാരികളുടെ അടുത്തൊന്നും പോകാതെ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, പേടിച്ച് വിറച്ചിരിക്കുന്ന ആ പാവങ്ങളുടെ അടുത്തേക്ക് കർത്താവ് ചെന്നിട്ട് ഉറപ്പിക്കുകയാണ്. കർത്താവ് തന്നെ കാണിച്ചുകൊണ്ട് ഉറപ്പിക്കുകയാണ്. അതിലൊരുത്തൻ, ഞാൻ അങ്ങനെ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടും, എന്നാൽ അവനങ്ങ് പോട്ടെ, ബാക്കി 10 പേര് മതിയെന്ന് വിചാരിക്കാതെ അവനുള്ളൊരു ദിവസം വീണ്ടും വന്ന് കർത്താവ് എല്ലാം കൈയും വിലാപ്പുറവും കാണിച്ചിട്ട് ഇടാൻ പറഞ്ഞു. ഇത് കയ്യിലോട്ട് വിരലിടെ, വിലാപ്പുറത്ത് കൈയിടെന്നൊക്കെ പറഞ്ഞിട്ടും, പക്ഷെ അവനതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. കർത്താവിൻ്റെ വചനം കേട്ടപ്പോഴത്തേക്ക് അവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ വീഴുന്ന തോമസിനെ കാണുന്നു. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും സംശയിച്ച് പല കാര്യങ്ങളും കർത്താവിനോട് ശാഠ്യം പിടിച്ചാലും കർത്താവ് വന്ന് കാണിച്ച് ആശ്വസിപ്പിച്ച്, കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ കർത്താവിനെ അനുഭവിക്കാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ ശബ്ദം കേൾപ്പാൻ അനുവദിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ കർത്താവ് ഇന്നലെയും ഇന്ന് നയിക്കുവാൻ എന്നെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവപര്യന്തം കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അവിശ്വാസിയായ എന്നെയും നീ തെരഞ്ഞെടുത്തതിനായിട്ട് നന്ദി പറയുന്നു. പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. ചിലപ്പോഴും അവനോട് ദേഷ്യപ്പെടുകയും അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും എന്നെ കാത്തു പരിപാലിച്ച് പറഞ്ഞതുപോലെ പോകേണ്ടതായ തിരി കത്തിച്ച് എന്നെ ഇന്ന് നിർത്തിയിരിക്കുന്നതായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ തക്കോണം ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന ആദ്യം മുതലേ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ട് അനുഭവിച്ചതും സ്വന്തം കണ്ണുകൊണ്ട്, കാരണം നമ്മുടെ ഈ ജഡത്തിലുള്ള കണ്ണുകൊണ്ട് എല്ലാ അത്ഭുതങ്ങളും കണ്ട ശിഷ്യന്മാരിലുള്ള അവിശ്വാസം കർത്താവിന് തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് തൻ്റെ ആത്മാവിൽ അറിഞ്ഞതുകൊണ്ടാണ് കർത്താവ് അവർക്ക് സത്യം, കർത്താവ് എത്രത്തോളം മഹത്വമുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലാസറിനെ 4 ദിവസം ആയിട്ട് ഉയർപ്പിക്കാനായിട്ട് കർത്താവ് പദ്ധതി വെച്ചത്. കാരണം അത്രത്തോളം ആ ഭവനവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഭവനമായിരുന്നു ലാസറും മാർത്തയൊക്കെ. എന്നിട്ടും ദീനമായി കിടക്കുന്നു എന്ന്, കാരണം ഒരു രോഗിയായിരിക്കുമ്പോൾ ഒന്നും ചെന്ന് സൗഖ്യം, കാരണം അവർ ശിഷ്യന്മാരൊക്കെ ഒത്തിരിയും കണ്ടാണ് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്നതൊക്കെ കർത്താവിൻ്റെ കൂടെ നടന്നവരൊക്കെ കണ്ടേ. പക്ഷെ എന്നിട്ടും രോഗിയായിട്ടിരുന്നിട്ട് പോലും കർത്താവ് ആ ഭവനത്തിൽ കടന്നു ചെല്ലുകയോ എന്നാൽ സൗഖ്യമാക്കുകയോ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ നമ്മൾ ഒരുപാട് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും അനുഭവിക്കുകയും ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടൊക്കെയുള്ള, പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല എങ്കിൽ നമ്മളും അവിശ്വസിക്കും. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ അവിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് പിന്നത്തെ ഇതിൽ കർത്താവിന് അതിൽ നിന്നും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരു മറുപടി തരാതിരുന്നത്. യോനയുടെ അനുഭവത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ്. യോന പറഞ്ഞിട്ട് അനുസരിക്കത്തില്ല, എന്നാൽ പ്രതികൂലങ്ങൾ അയച്ച് യോനയെ ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ കടത്തി വിട്ടിട്ട് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും അവസാനം യോനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്തും കാണുന്ന അത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശിഷ്യന്മാരിൽ എന്നിട്ട് അവർക്ക് കർത്താവിൻ്റെ മഹത്വം എന്താണെന്ന് അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ല. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെയാണ് ഉയർപ്പിക്കാനായിട്ട് ചെല്ലുന്നത്. അപ്പോഴും അവരെല്ലാവരും ഒരുപാട് അവിശ്വാസമാണ്, നമ്മളും പോയി മരിക്കേണ്ടതിന് കൂടെ കർത്താവ് പറയുന്നുണ്ട് ലാസർ ഉറങ്ങുകയാണ്. അപ്പം ഇവർക്കറിയാം ലാസർ മരിച്ചുപോയെന്ന്. പക്ഷെ എന്നിട്ടും അവർ പറയുന്നത് എന്തോ,
മരിക്കുന്നതിൻ്റെ തോമസ് പറയുന്നത് മരിക്കുന്നതിന് അവനോടുകൂടി മരിക്കേണ്ടതിന് നമ്മളും പോവുക, എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ, നമ്മളും മരിക്കാൻ വേണ്ടി പോവുക എന്ന് ആണ് പറയുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത് അവനെ ഉയർപ്പിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് വിശ്വാസം വരുന്നില്ല. അവിടെ ചെന്ന് മാർത്തയും സംസാരിക്കുന്ന മറിയയും സംസാരിക്കുന്നതൊക്കെ അവൻ പുനരുത്ഥാനത്തിൽ അവൻ ജീവൻ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവ് അവസാനമായിട്ട് ചെയ്ത ഒരു വലിയ പ്രവൃത്തിയാണ് 4 ദിവസം മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ച്, എന്നിട്ടും അവർക്ക് അത് കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വീണ്ടും സംശയിക്കുവാണ് തോമസ്. വിലാപ്പുറത്ത് കൈയിടാതെ പിന്നെ ആണിപ്പഴുതുള്ള കയ്യിൽ വിരലിടാതൊന്നും ഞാൻ വിശ്വസിക്കരുത്. അപ്പം ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ട് പോലും ഈ ശിഷ്യന്മാർ വീണ്ടും വീണ്ടും വിശ്വസിക്കും. അപ്പം കാണാത്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം അവിശ്വാസങ്ങളാണ് കടന്നു വരേണ്ടത്. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നത് കൊണ്ട്, കൂടെ ഉള്ളത് കൊണ്ട്, നമ്മൾ എത്ര പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയാലും ദൈവം നമ്മളെ അടുത്ത് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നില്ല. ഇത്ര വലിയ സ്നേഹത്തിൽ നിന്ന് നമുക്കൊരിക്കലും പിന്മാറിപ്പോകാൻ പറ്റത്തില്ല. നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സത്യമായിട്ട്, യേശുക്രിസ്തുവിനെ സത്യമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ വ്യക്തികളാണെങ്കിലും നമ്മളെ ദൈവം കണ്ടിരിക്കുന്ന നിത്യതയിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. അല്ലാതെ നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല. ശിഷ്യന്മാർ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും വിശ്വസിച്ചില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ നിത്യതയെക്കുറിച്ചുള്ള ദൈവം തന്നിരിക്കുന്ന ഒരു ജീവൻ നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രതികൂലങ്ങളിൽ പോലും, ഈ പുതിയ നിയമവിശ്വാസികൾ പ്രതികൂലങ്ങളിൽ പോലെ കടന്നു പോയാലും നമ്മൾ വിശ്വാസത്തോടെ നിലനിൽക്കുന്നത്. ദൈവത്തിന് നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിലേക്ക് വന്ന് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് ഇടപെടുവാനും നമ്മുടെ ആ ഒരു അവസ്ഥയിൽ ആശ്വാസം പകരാനും കഴിക്കും. പക്ഷേ ചില അവസരങ്ങളിൽ ദൈവം അത് ചെയ്യത്തില്ല. കാരണം അത് ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടിയായിരിക്കും ദൈവം അത് മാറ്റിവെക്കുന്നത്. അപ്പം അവിടെ ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ പ്രകടമാവുകയും നമുക്കത് ഭയങ്കര അനുഗ്രഹമായിരിക്കും ചെയ്യും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ശരിക്കും ഇന്ന് തുടക്കത്തില് ലാസറസിനെ എഴുന്നേൽപ്പിച്ച കാര്യം, അതും പിന്നെ ഈ തോമസിന്റെ കാര്യം, അത് രണ്ടും ഏകദേശം കർത്താവ് ചെയ്ത രണ്ട് അത്ഭുതമായിട്ട്, മീൻസ് അത് നോട്ട് ആസ് പ്ലാൻഡ്, അതായത് നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്ന പോലെയല്ല. കഴിഞ്ഞ ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു, നമ്മളൊരു കർത്താവിൻ്റെ തോട്ട്സ് അല്ല നമ്മുടെ തോട്ട്സ്, നമ്മൾ കർത്താവ് ആകാശവും ഭൂമിയും തമ്മിലുള്ള ഡിഫറൻസ് പോലെ, ആസ് ഹൈ ആസ് ഹെവൻസ് ആൻഡ് എർത്ത്, ആ ഒരു ഡിഫറൻസ് പോലെ നമ്മുടെ വിചാരങ്ങൾ പോലെ അല്ല കർത്താവിൻ്റെ കാര്യങ്ങൾ. അതുപോലെ ആ ഒരു 4 ദിവസം കഴിഞ്ഞ് അവിടെ ആ ജോൺ 11:19 മെനി ഓഫ് ദ ജൂസ് ഹാഡ് കം ടു മാർത്ത ആൻഡ് മേരി ടു കൺസോൾ ദം കൺസേണിങ് ദെയർ ബ്രദർ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരവിടെ, യഹൂദന്മാരവിടെ മാർത്ത മേരി ആശ്വസിപ്പിക്കാനായിട്ട് വന്നിരുന്നു. അതിനുശേഷം 45-ാമത്തെ വാക്കില് മെനി ഓഫ് ദ ജൂസ് ഹു കെയിം ദെയർ സോ വാട്ട് ഹി ഹാഡ് ഡൺ ആൻഡ് ബിലീവ്ഡ് ഇൻ ഹിം എന്ന് പറയുന്നു. ശരിക്കും അവിടെ ഒറ്റയടിക്ക് ഒരു വെടിക്ക് 10 പക്ഷി എന്ന് പറയുന്ന പോലെ കർത്താവ് അതുപോലെ നമ്മള് ചിന്തിക്കുമായിരിക്കും കർത്താവ് രോഗക്കിടക്കയിലായിരുന്നപ്പോൾ തന്നെ സൗഖ്യമാക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ അതിലും വലിയ ഒരു കാര്യം കർത്താവ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഉള്ള എല്ലാ യഹൂദന്മാരും അതിനുശേഷമാണ് ശരിക്കും ഈ പരീശന്മാരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. കാരണം ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടെ കഴിഞ്ഞ് പലരും കർത്താവിനെ വിശ്വസിക്കും. അപ്പോൾ അതുപോലെ അങ്ങ് കർത്താവിനെ എല്ലാവരും വിശ്വസിച്ചു. അത് ശരിക്കും കർത്താവ് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പല നമ്മളെ ജീവിതത്തിൽ ഫെയിലിയറായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അത് കർത്താവ് ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ടായിരിക്കാം ആ ഒരു സാഗ്ബ്ലറിന്റെ ആ ഒരു പർപ്പസ് ഓഫ് ഫെയിലിയർ എന്ന ബുക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ക്രിസ്ത്യ ലോകത്ത് വേറെ ഇതുപോലത്തെ ബുക്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് എല്ലാം ഇന്ന് അനുഗ്രഹവും പിന്നെ അഭിഷേകവും ഇങ്ങനെ പല പല, പക്ഷേ ആ ഒരു ഫെയിലിയറിനകത്ത് ഒരു പർപ്പസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം, അത് ശരിക്കും അത് ദൈവത്തിൻ്റെ ഒരു ഹൃദയം അതുപോലത്തേതാണ്. മനുഷ്യരുടെ ആ ഒരു ചിന്ത പോലെ നമ്മളുടെ സ്വയത്തിൽ തന്നെ പല അധ്വാനങ്ങളും കാര്യങ്ങളും ചെയ്യും. പക്ഷെ അവിടെ എല്ലാം ഒരു ഫെയിലിയർ
മനുഷ്യൻ്റെ സെൽഫിലൊരു ഫെയിലിയർ, അത് ദൈവം തന്നെ അനുവദിക്കുന്ന ഫെയിലിയറുകൾ ആണ്. പക്ഷേ അത് നമ്മളെ കൂടുതൽ ബ്ലെസ്സിങ് തരാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാനായിട്ടാണ്. അല്ലാതെ നമ്മുടെ എന്തെങ്കിലും വലിപ്പം കൊണ്ട് മുമ്പ് കേട്ടതുപോലെ മാർത്തയും മേരിയുടെ അവരുടെ എന്തെങ്കിലും അവർ വലിയ ആൾക്കാരായതുകൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ ആ ഒരു മഹത്വം അത് വെളിപ്പെടാനായിട്ട്. പിന്നെ അതുപോലെ തോമസിൻ്റെ ജീവിതത്തിലെ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ശരിക്കും ഞാനും എൻ്റെ കോളേജ് ഡേയ്സിൽ പലപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൂടെ എത്രയോ പേര് മീൻസ് അവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫെയ്ത്തിൽ വന്നവർ, അവർക്ക് പക്ഷേ ഇല്ലാത്ത ഒരു എതിർപ്പ് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളും, ദൈവത്തിന് എന്നെ എത്ര ഇഷ്ടമല്ലേ എന്തെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ. പക്ഷേ ശരിക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പം അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ടാക്കി തീർത്തു. ദൈവം ഒരു ബ്രോക്കൺനെസ്സിലൂടെ കൊണ്ടുപോയിട്ട് വലിയൊരു ബ്ലെസ്സിങ്ങിലേക്ക്, കർത്താവിനെ കൂടുതൽ അറിയാനും ഏത് പ്രശ്നം വന്നാലും അവിടെ എല്ലാം പിടിച്ചു നിൽക്കാനായിട്ട്, അതിലും വലിയ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പലതും വരുമ്പോൾ അവിടെ എല്ലാം അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ദൈവം പലതിലൂടെയും കടത്തി വിട്ടു. അവിടെ ശരിക്കും ഒന്നിലും എൻ്റെ ഒരു ബലത്തിലും ആശ്രയിക്കാതെ കർത്താവിന് പലതും പുതിയതായിട്ട് ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ പ്ലാൻ പോലെ അല്ല, പക്ഷെ കർത്താവിന് വേറെ പ്ലാൻസ് ഉണ്ട്. ആ ഒരു ജെറമിയ 29:11 അതുപോലെ ഐ ഹാവ് ദ പ്ലാൻസ്, ദൈവത്തിൻ്റെ പ്ലാൻസ്, എൻ്റെ പ്ലാൻസ് അല്ല. പിന്നെ സാഗ്ബ്ലർ എപ്പോഴും പറയുന്ന ഒരു ജോയൽ 2:25 വേഴ്സ്, ഐ വിൽ മേക്ക് അപ്പ് ടു യു ഫോർ ദ ഇയേഴ്സ്. അത് അങ്ങനെ ഒരുപാട് അവിടെ വെട്ടുക്കിളിയും അങ്ങനെ പലതും നശിപ്പിച്ച വർഷങ്ങൾ. അതെ അതെ, അങ്ങനെ നശിപ്പിച്ച വർഷങ്ങൾ നമുക്ക് ശരിക്കും തോന്നും, ഓ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ശരിക്കും കർത്താവ് അതെല്ലാം മേക്കപ്പ് ചെയ്യും. ശരിക്കും അത് ഇരട്ടി ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് തരും. അപ്പം നമ്മൾ അവിടെ നമ്മുടെ പ്ലാൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് 2 കോട്ട്സ് എനിക്ക് ഓർമ്മ ചെയ്ത കോറി ടെൻ ബൂം പറയുന്ന, ഗോഡ്സ് ലവ് ഈസ് ഡീപ്പർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് പിറ്റ്. അതായത് നമ്മൾ എത്ര ആഴത്തിലുള്ള കുഴിയാണെങ്കിലും അതിലും ഡീപ്പായിട്ട് കർത്താവിന് വരാനായിട്ട് സാധിക്കും. വിത്ത് ജീസസ് ഇൻ അവർ ലൈഫ് അവർ ബെസ്റ്റ് റിമെയിൻസ് ആൻഡ് വെരി ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. അതായത് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ ബെസ്റ്റായിട്ടുള്ള ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്ത ബെസ്റ്റ് അല്ല, അതിലും വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. പിന്നെ A.W. ടോസിൻ്റെ ഒരു കോട്ട്, അത് സാഗ്ബ്ലറും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഗോഡ് കനോട്ട് ബ്ലെസ് എ മാൻ ഗ്രേറ്റ്ലി ടിൽ ഹി ഹാസ് ഹേർട്ട് ഹിം ഡീപ്ലി. അതുപോലെ തോമസിൻ്റെ കാര്യം കേട്ടപ്പോഴും ഞാനത് അവർക്ക് വരുന്നത്, കർത്താവിന് അതുപോലെ തോമസിലൂടെ ഇവിടെ തോമസിനെയും ബ്ലെസ് ചെയ്ത് ഇവിടെ ഉള്ളവരെ എല്ലാം ബ്ലെസ് ചെയ്യാനായിട്ട് കർത്താവിന് അതുകൊണ്ട് അത്രയും ആ ഒരു 8 ദിവസവും കൂടെ തോമസിനെ അതുപോലെ നുറുക്കി, അതുപോലെ ഹേർട്ട് ചെയ്തു. തോമസിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, വിഷമം ഉണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രത്യക്ഷ എനിക്കായില്ലെന്ന്. പക്ഷേ അത് ദൈവം അവിടെ തകർക്കാനായിട്ടല്ല, മറിച്ച് അതിനെ കൂടുതൽ ആളി കത്തിക്കാനായിട്ടായിരുന്നു എന്നുള്ളത് മുമ്പേ നമ്മൾ കേട്ടതുപോലെ ദൈവം തകർക്കുന്നതും കൂടുതൽ ബ്ലെസ് ചെയ്യാനായിട്ടാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ.